ഞാൻ ദിവസവും സന്ധ്യയ്ക്ക് നാമം ചൊല്ലുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഈ തള്ളയ്ക്ക് കോവിഡ് വന്ന് ചാവണേ ഭഗവാനേ എന്ന്. വയസ്സായ ആൾക്കാരൊക്കെ എന്നെ പൊങ്കാലയിടുവേ. നമ്മളെക്കാട്ടിലും കുറച്ച് ഏജ് കുറഞ്ഞ ആൾക്കാരായിട്ട് കൂട്ടുകയാണെങ്കിൽ എൻജോയ് ചെയ്യാമല്ലോ. അപ്പൊ ചേച്ചിക്ക് എന്തായാലും ഒരു ലൈൻ ഉണ്ട്. എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് സുകുമാരി ചേച്ചിയായിരുന്നു. മമ്മൂട്ടി സാർ, ലാൽ സാറ്, എല്ലാവരുടെയൊക്കെ അമ്മയായിട്ട് അഭിനയിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ഹായ് ചേച്ചി, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണം. പുതിയ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ? എൻ്റെ പുതിയ പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ കുടുംബവിളക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടൊരു 6 മന്ത് ആയിട്ടുള്ളൂ. അതിനുശേഷം സി കേരളത്തിൽ 9 മണിക്ക് സ്നേഹപൂർവ്വം ശ്യാമ, 7 o'clock ഏഷ്യാനെറ്റിലെ സാന്ത്വനം 2. കുടുംബവിളക്ക് കാണാറുണ്ടായിരുന്നു. പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിച്ച ഒരു കഥാപാത്രമായിരുന്നു സരസ്വതി അമ്മ. ഇൻ റിയൽ ലൈഫിൽ സരസ്വതി അമ്മയും ചേച്ചി തമ്മിൽ എന്തൊക്കെ വ്യത്യാസമാണ്? അയ്യോ, ഞാൻ റിയൽ ലൈഫിൽ വളരെ സാധാരണ ഒരു കുടുംബിനി, മറ്റേ നെഗറ്റീവ്സ് ഒന്നുമില്ല. ഭയങ്കര കൂളായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ അത് നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ അങ്ങനെയാണല്ലോ മോളെ. അപ്പൊ കിട്ടിയ ക്യാരക്ടർ എത്രത്തോളം ഭംഗിയായി ചെയ്യാൻ പറ്റി അത്രത്തോളം ചെയ്തു. നൈസായിട്ട് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെയോ? ചേട്ടൻ അല്ല, ഭയങ്കര കൂളായിട്ടുള്ള ആളാണ്, അങ്ങനെ. ദൈവമേ, അതെയോ? അതെ, അങ്ങനെയാണ് സാധാരണ. സീരിയൽ കാണുമ്പോൾ ചേച്ചിന്റെ ആ ഒരു വില്ലൻ ക്യാരക്ടർ കാണുമ്പോൾ എല്ലാരും ചേച്ചിന്റെ അതൊരു വലിയൊരു ഭാഗ്യമാണ്. കാരണം അവര് പ്രേക്ഷകര് ആക്സെപ്റ്റ് ചെയ്തുല്ലോ നമ്മളെ. അതുകൊണ്ടിട്ടാണ് അങ്ങനെ പ്രേക്ഷകർക്ക് തോന്നിയത്. എന്തായാലും സക്സസ് ആയിരുന്നു. തീർച്ചയായിട്ടും. അതിൽ നിന്നാണ്, കുടുംബവിളക്കിൽ നിന്നാണ് ഞാൻ ഇത്രത്തോളം എത്തിയത്. അതാണ് എൻ്റെ ബേസ്. ബേസ് മീൻസ് ഞാൻ എത്രത്തോളം എവിടെ പോയാലും എല്ലാവരും എന്നെ തിരിച്ചറിയുന്ന കുടുംബവിളക്കിലെ സരസ്വതി അല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. അതിപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോണു. ഇപ്പം ഞാൻ സി കേരളത്തിൽ അഭിനയിച്ചാലും വല്ലപ്പോഴും ഒക്കെ ചോദിക്കുള്ളൂ, വരുണിന്റെ മുത്തശ്ശിയല്ലേ എന്ന്. പക്ഷെ കുടുംബവിളക്കാണ് എനിക്ക് ബ്രേക്ക് തന്നത്. അതൊരിക്കലും ഞാൻ മറക്കില്ല. ഒരു ബ്രേക്കാണ് ശരിക്കും. ഇത്രയും വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടും ഇതേപോലുള്ള ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിട്ടില്ല. ആദ്യം 2-3 പ്രാവശ്യമൊക്കെ എനിക്ക് 2-3 months എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ നെഗറ്റീവ് ചെയ്യാനായിട്ട്. പക്ഷേ പോകെ ഡയറക്ടർ മഞ്ജു ധർമ്മൻ സാർ എന്നെ ഒന്ന് മോൾഡപ്പ് ചെയ്തു. അപ്പം അങ്ങനെ ഞാൻ ഇതായി. പിന്നെ കുഴപ്പമൊന്നുമില്ല, നല്ലോണം ചെയ്യാൻ പറ്റി. ചേച്ചിക്ക് നല്ലപോലെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അതെ, വളരെയധികം. കാരണം നെഗറ്റീവ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് നിറയെ പെർഫോം ചെയ്യാൻ പറ്റണം. സാധാരണ പോസിറ്റീവ് ചെയ്യുമ്പോഴൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല. നെഗറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. അത് എനിക്ക് അതിൽ പറ്റി എന്നുള്ളതാണ് സത്യം. അതെ, എൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സീരിയലായിരുന്നു കുടുംബവിളക്ക്. എല്ലാവരും കോവിഡ് സമയത്ത് ഇറങ്ങിയത് കൊണ്ട് എല്ലാവരും വീട്ടിൽ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്കും കുറേ റേറ്റിംഗ് കിട്ടി. അങ്ങനെ നല്ലൊരു സീരിയലായിരുന്നു. ചേച്ചിയുടെ അഭിനയ രംഗത്തേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? അത് പറഞ്ഞാൽ എൻ്റെ വീട് എളമക്കരയാണ്. എളമക്കരയിൽ പുന്നയ്ക്കലാണ് ഞാൻ ജനിച്ച് വളർന്നതൊക്കെ. അപ്പോൾ അവിടുത്തെ പുന്നയ്ക്ക സ്കൂളിലാണ് ഞാൻ 7th വരെ പഠിച്ചത്. അന്നൊക്കെ 7th വരെ ഉള്ളൂ. അതിനുശേഷമാണ് 12th വരെയൊക്കെ ആയത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സ്കൂളിൻ്റെ 100ാമത് വാർഷികം വന്നപ്പോൾ ഞങ്ങളുടെ ഓൾഡ് സ്റ്റുഡൻസ്, ഞങ്ങൾ അസോസിയേഷനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾഡ് സ്റ്റുഡൻസ് എല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞു, നമുക്ക് 2 സ്കിറ്റ് ചെയ്യണം ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് 2-3 സ്കിറ്റ് ചെയ്തപ്പോൾ 100 വർഷത്തെ ഇതല്ലേ, അപ്പോൾ എല്ലാവരും നിറയെ കൂട്ടായിരുന്നു, നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ അതിലൊരു ചേട്ടൻ വന്നിട്ട്, നമ്മുടെ പുന്നയ്ക്കുള്ളത് തന്നെയാണ്, ഒരു ശ്രീധരൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, നിനക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സന്തോഷമല്ലേ, ഉണ്ട് ചേട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശശി വടക്കേടത്ത്, അദ്ദേഹം ഇനി 2 മാസത്തിനുള്ളിൽ ഒരു സിനിമ ചെയ്യും, നിനക്ക് വേണമെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ശരി ചേട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ വിളിക്കുകയും ശശി സാറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ തൃപ്പൂണിത്തുറ എരൂര് ഉള്ള ഒരു വീട്ടിൽ വെച്ചായിരുന്നു. അത് മലയാള നാട് എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു. അതിൽ രാജുചേട്ടൻ, TS രാജുചേട്ടൻ്റെ വൈഫായിട്ടായിരുന്നു ഞാൻ ചെയ്തത്. അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. മലയാള നാടാണ് ആദ്യത്തെ മൂവി. അപ്പം അങ്ങനെയാണ് ഞാൻ അഭിനയ രംഗത്ത് വന്നത്. ചേച്ചി ആദ്യം ചെയ്ത മൂവി മലയാള നാട് എന്ന് പറഞ്ഞത്. അതിനുശേഷം എന്തെങ്കിലും മൂവി ചെയ്തിട്ടുണ്ടോ? പിന്നെ ഇഷ്ടംപോലെ ഒരു 8-9 മൂവി ഞാൻ ചെയ്തിട്ടുണ്ട്. സൗബിൻ്റെ
തേർഡ് വേൾഡ് ബോയ്സ് എന്ന് പറഞ്ഞ സൗബിൻ്റെ അമ്മയായിട്ട് മദറായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ മൂവീസ് ചെയ്തിട്ടുണ്ട്. ഹെവൻ ചെയ്തിട്ടുണ്ട്, ഇഷ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറേ 9 മൂവി ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് പ്രധാനപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് കഥാന്തരം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയാണ്. അത് വാഗമണിൽ വെച്ചിട്ടായിരുന്നു. ഒരു 3-4 ദിവസത്തെ ഷൂട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും സന്തോഷകരമായത് അതിൽ നെടുമുടി ചേട്ടൻ്റെ ഒപ്പവും ഇന്ദ്രൻസ് ചേട്ടൻ്റെ ഒക്കെ ഒപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതിൽ ഞാനൊരു പാട്ട് ടീച്ചറായിരുന്നു. ഞാൻ ആ ഒരു പാട്ട് പാടി ഒരു അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിനയിക്കുക മീൻസ് ഇങ്ങനെ നമ്മൾ അന്താക്ഷരി കളിച്ചപ്പോൾ ഒരു പാട്ട് പാടേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇത് കഥാന്തരം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. വേണുചേട്ടന് പ്രണാമം. അദ്ദേഹത്തിൻ്റെ ഒപ്പം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കംഫർട്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ. ഇന്ദ്രൻ ചേട്ടൻ അതിനെക്കാട്ടിലും ഒരു പാവം. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു സിനിമയാണ് കഥാന്തരം. തിങ്കൾ പക്ഷി നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാടി. കഥാന്തരം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. എൻ്റെ നാട്ടുകാരനായ എളമക്കരയെ താമസിക്കുന്ന KJ ബോസ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ് അത് ഡയറക്റ്റ് ചെയ്ത്. അപ്പോൾ അത് വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു എനിക്ക്. നമ്മുടെ നാട്ടിലൊരു നല്ലൊരു ഡയറക്ടർ നമ്മളെ വിളിച്ചൊരു ക്യാരക്ടർ തരിക, അതൊക്കെ ഒരു വലിയൊരു കാര്യമല്ലേ. അപ്പം അതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സാറിന് സല്യൂട്ട്. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ചേച്ചിക്ക് സിനിമയിൽ നിന്ന് ആരെങ്കിലും ഒരു റോൾ മോഡൽ? അത് പിന്നെ റോൾ മോഡലൊക്കെ ഉണ്ട്. നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ സിനിമ കാണുന്നതല്ലേ. എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് സുകുമാരി ചേച്ചിയായിരുന്നു. അപ്പൊ ഞാൻ സുകുമാരി ചേച്ചിക്ക് എല്ലാ ക്യാരക്ടറും ആപ്റ്റാണ്. അപ്പൊ അതേപോലെ എല്ലാ ക്യാരക്ടറും ആപ്റ്റ് ആവണം എന്നുള്ള ഒരു ഇത് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് സുകുമാരി ചേച്ചിയാണ് എൻ്റെ റോൾ മോഡൽ. ആക്ച്വലി സുകുമാരി ചേച്ചിയുടെ ഒരു നോർത്ത് ഇന്ത്യൻ ഡ്രസ്സൊക്കെ ഇട്ട് ആ ഒരു ക്യാരക്ടറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ സിനിമയിലെ ഇഷ മൂവി ചെയ്യുമ്പോൾ ആ സെയിം ക്യാരക്ടറാണ് എനിക്ക് അതിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെങ്കിലും നമ്മൾ കുറേ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ എന്നെങ്കിലും അത് സാധിക്കും എന്ന് ഒരു മനസ്സ് പറയൂലോ. അപ്പോൾ എനിക്കത് സുകുമാരി ചേച്ചിയുടെ ആ ഒരു ക്യാരക്ടർ കിട്ടിയതിൽ വളരെയധികം സന്തോഷം. അപ്പം സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു? ഞാൻ സിനിമ ചെയ്യുമ്പോഴേ നമുക്ക് കോണ്ടാക്ട്സ് നിറയെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ മലയാള നാട് കഴിഞ്ഞിട്ട് എന്താ പറയുക, ബാലാമണി, ആദ്യത്തെ എൻ്റെ സീരിയൽ ബാലാമണിയാണ്. ഗിരീഷ് കോന്നി സാറിൻ്റെ ബാലാമണിയാണ്. അപ്പോൾ അങ്ങനെ വന്ന് ഓരോ സീരിയൽ ചെയ്യുമ്പോഴും നമുക്ക് നിറയെ കോണ്ടാക്ട്സ് വരും. അങ്ങനെയാണ് സിനിമയും പാരലായിട്ട് സിനിമയും കൊണ്ടുപോയി സീരിയലും കൊണ്ടുപോയി. അപ്പോൾ സിനിമ എനിക്ക് അത്ര അധികമൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മൾ കവിയൂർപ്പന്നമ്മയും KPS ഇതൊന്നും അല്ലല്ലോ, ചേച്ചിയൊന്നും അല്ലല്ലോ. നമ്മൾ സാധാരണ ഒരാൾ, നമ്മളൊക്കെ അറിഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ഇപ്പോൾ സീരിയലാണ്. അപ്പോൾ സീരിയലിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പം അതിൽ സന്തോഷമുണ്ട്. ചേച്ചിക്ക് അഭിനയിക്കാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ സീരിയലാണോ അല്ലെങ്കിൽ സിനിമയാണോ? അത് അഭിനയം രണ്ടിലും ഒരേപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ കംഫർട്ടെന്ന് ചോദിച്ചാൽ സീരിയലിൽ നമ്മൾ നിറയെ എനർജി നമ്മൾ യൂസ് ചെയ്യണം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, നീ എന്ത് ചെയ്യുവാടി വേണേ എന്ന് നമ്മളൊരു ചോദിക്കാം, നീ എന്നാ ചെയ്യുവാടി വേണേ എന്ന് വളരെ ഇതായിട്ട് സ്ട്രെസ് എടുത്ത് പറയണം. സിനിമ അങ്ങനെ വേണ്ട, നീ എന്നാ ചെയ്യുവാടി വേണേ. അപ്പോൾ അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടാവും. അതേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ അഭിനയമൊക്കെ നമ്മൾ കണ്ണുരുട്ടി കാതുരുട്ടിയൊക്കെ നമ്മൾ സീരിയലിൽ കാണിക്കണം, സിനിമയിൽ അത്ര വേണ്ട. ചേച്ചി ഇത്രയും സീരിയലൊക്കെ ചെയ്തില്ലേ, ചേച്ചി അഭിനയിച്ച സീരിയൽ ചേച്ചി കാണാറുണ്ടോ? സത്യം പറയണം. ഞാനിപ്പോൾ 18ാമത്തെ സീരിയലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട്. നമ്മൾ വർക്ക് ചെയ്താൽ നമ്മൾ അഭിനയിച്ച ഒരു ക്യാരക്ടർ ഇനിയും മോഡിഫിക്കേഷൻ ചെയ്യണം, ഇനി ഇമ്പ്രൂവ് ചെയ്യിക്കണം എന്ന് നമ്മൾ വിചാരിക്കണമെങ്കിൽ നമ്മൾ കാണണ്ടേ. അപ്പം അത് ഞാൻ കാണാറുണ്ട്. അന്ന് തന്നെ കാണാൻ പറ്റിയില്ലെങ്കിലും ഹോട്ട്സ്റ്റാറിൽ എടുത്തിട്ട് ഞാൻ കാണാറുണ്ട്. എല്ലാ സീരിയലും കാണാറുണ്ട്. അപ്പൊ ചേച്ചിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ എന്തെങ്കിലും പറഞ്ഞേ നെക്സ്റ്റ് ടൈം ഇത് പറ്റില്ല, ഇതിങ്ങനെ ചെയ്യരുത്, ടെക്നിക്കലായിട്ട് കൂടി നമ്മളത് നോക്കും. അപ്പം അങ്ങനെ
ഞാൻ കാണാറുണ്ട്, മാറ്റം വരുത്താറുമുണ്ട്. ചേച്ചി ചെയ്ത ക്യാരക്ടറുകളിൽ ഏതെങ്കിലും ക്യാരക്ടറിന് നെഗറ്റീവ് കമൻറ്റുകൾ ചേച്ചി നേരിടേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായും. ഞാൻ കുടുംബങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കോവിഡ് സമയത്തായിരുന്നല്ലോ അത് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ കമൻറ്റ് വായിച്ചത്, ഒരമ്മ അവർ കമൻറ്റ് ചെയ്തേക്കുകയാണ്, ഞാൻ ദിവസവും സന്ധ്യയ്ക്ക് നാമം ചൊല്ലുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഈ തള്ളയ്ക്ക് കോവിഡ് വന്ന് ചാവണേ ഭഗവാനേ എന്ന്. അത് ഞാനും അത്ഭുതപ്പെട്ടു, കാരണം ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പ്രാർത്ഥിക്കൂ. അപ്പൊ ഏതായാലും അതൊന്ന് ഞാനത് നെഗറ്റീവായിട്ട് എടുത്തില്ല, അവരുടെ ഒരു മാനസികാവസ്ഥയാണല്ലോ അവർ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതൊന്നുമല്ല, എവിടെ പോയാലും ഒരു 10-15 എവിടെ പോയാലും അതെ ഒരു സെൽഫിയോ അല്ലെങ്കിൽ ഫോട്ടോസോ എടുക്കാണ്ട് തിരിച്ചു വരില്ല. എല്ലാവർക്കും ഇപ്പൊ കുറെയൊക്കെ മാറിയിരിക്കണം ഈ ടൈമില്. അത് ഇറങ്ങിയ കാലത്താണ് അങ്ങനെ ഒരു കമന്റ് ഉണ്ടായിരുന്നത്. അത് ചേച്ചിയുടെ ക്യാരക്ടർ അത്രയും തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കണം, അത് ഞാൻ മനസ്സിലാക്കി. ഞാൻ ചേച്ചിനെ കുറിച്ച് വായിച്ചു കേട്ടിട്ടുള്ള ഒരു അറിവാണ്, അതായത് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ കൂട്ടുകൂടാൻ ഇഷ്ടം ചെറുപ്പക്കാരോടാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. വയസ്സായ ആൾക്കാരൊക്കെ എന്നെ പൊങ്കാല ഇടുവേ. അതല്ല, ഞാനെപ്പോഴും മനസ്സ് റൊമാൻറ്റിക് ആയിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ്. മനസ്സെപ്പോഴും ചെറുപ്പമായിരിക്കണമെങ്കിൽ, നമ്മളെക്കാട്ടിലും കുറച്ച് ഏജ് കുറഞ്ഞ ആൾക്കാരായിട്ട് കൂട്ടുകൂടാണെങ്കിൽ നമ്മളെപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കുമെന്നേ, എൻജോയ് ചെയ്യാമല്ലോ. എൻജോയ് ചെയ്യാൻ വേറെ ഒന്നും വിചാരിക്കണ്ട, ഹാപ്പി ആയിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ ആണെങ്കിൽ, നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അതൊരു മനസ്സിൻ്റെ ഒരു ഇതാണ്. അതുകൊണ്ട് നമ്മൾ എനർജറ്റിക് ആയിട്ടിരിക്കാം, സന്തോഷമായിട്ടിരിക്കാം, അതേ ഉദ്ദേശിച്ചുള്ളൂ. ആണല്ലേ? അതാണോ ഈ ഒരു സൗന്ദര്യത്തിന്റെ രഹസ്യം? ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ചേച്ചി എങ്ങനെയാണ് ഈ ഒരു അത് ശരിയായിരിക്കാം. ഞാൻ അങ്ങനെ ചെറുപ്പം എന്നെക്കാൾ താന്ന ഇളയ വയസ്സിന് ചെറുപ്പമായിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് അധികവും കൂട്ടുകാർ. അപ്പം അതായിരിക്കാം ഇങ്ങനെ ഇരിക്കണം. അത് ഞാൻ പറഞ്ഞില്ലേ, മനസ്സ് റൊമാൻറ്റിക് ആയിട്ട് വെച്ചാൽ മതി, നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ എനിക്ക് ആരോഗ്യം എന്ന് പറഞ്ഞാൽ യോഗയൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെ സൂര്യനമസ്കാരം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ഹെൽത്തിനെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. അതും ആയിരിക്കാം ചെറുപ്പമായിട്ടിരിക്കുന്നത്. അതെ, നമ്മൾ സീരിയലാകുമ്പോൾ ചേച്ചി കുറച്ച് പ്രായമായിട്ടുള്ള ക്യാരക്ടറാണല്ലോ ചെയ്യുന്നത്. പക്ഷെങ്കിൽ റിയൽ ലൈഫിൽ ചേച്ചിയെ കാണുമ്പോൾ അത്ര പ്രായമൊന്നും തോന്നില്ല. എന്ത് ചെയ്യാനാ, ജീവിച്ചു പോകണ്ടേ. കിട്ടിയ ക്യാരക്ടർ അങ്ങോട്ട് യൂസ് ചെയ്യാണ്, അത്ര തന്നെ. ഇന്നത് കിട്ടണം, ഇത് വേണം, അത് വേണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഏജ് ഈസ് ഫാക്ട്. അപ്പൊ അതനുസരിച്ചിട്ട് എനിക്ക് കിട്ടുന്ന ക്യാരക്ടർ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ നായികയായിട്ട് കിട്ടണം എന്നൊക്കെ വിചാരിച്ചാ വീട്ടിലിരിക്കുള്ളൂ. ചേച്ചിയുടെ അടുത്ത് ഇരിക്കുമ്പോ ഒരു പോസിറ്റീവ് വൈബ് എനിക്കും. അതല്ലേ, നന്നായി, താങ്ക് യു. ചേച്ചിനെ കാണാനും ചേച്ചിന്റെ ചിരിയൊക്കെ അടിപൊളിയാ. അപ്പൊ ചേച്ചിക്ക് എന്തായാലും ഒരു ലൈൻ ഉണ്ട്. ലവ് മാരേജ് ആയിരുന്നോ? ആ, ലവ് മാരേജിന്റെ കാര്യം ചേട്ടൻ പറയും. ഇതെന്റെ ചേട്ടനാണ്, എന്റെ ഹസ്ബൻഡാണ്. വന്നല്ലോ പറഞ്ഞേ. ചേട്ടാ, എങ്ങനെയായിരുന്നു നിങ്ങളെ കൂടിക്കാഴ്ച? വഴിയിൽ വെച്ച് കണ്ട് സംസാരിച്ചു, പിന്നെ വീട്ടിൽ പോയി ആലോചിച്ചു, പ്രപ്പോസ് ചെയ്ത് തന്നെയാണ്. ആണല്ലേ? ലവ് കം അറേഞ്ച് മാരേജ്. ചേച്ചി എങ്ങനെ വീട്ടില് നമ്മളെ സീരിയലൊക്കെ പോലെ തന്നെ വില്ലത്തിയാണോ അല്ലെങ്കിൽ റിയൽ ലൈഫ് കൂളാണ്? അടിപൊളി. അപ്പൊ ചേച്ചിയുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തതിലും നമ്മളെ ചാനലിന് വേണ്ടി ഇത്രയും നേരം ചേച്ചി മനസ്സ് തുറന്നതിലും എല്ലാം ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും ചേച്ചി വലിയ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് തന്നെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. നല്ല അവസരങ്ങൾ കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.